നമുക്ക് ചുറ്റും നാം അറിയാതെ ജീവിക്കുന്ന വേറിട്ട വ്യക്തിത്വങ്ങൾ ഏറെയുണ്ട്. അതിൽ ഒരാളാണ് വളാഞ്ചേരിയിലെ വ്യാപാരി വെസ്റ്റ്യൻ പ്രഭാകരൻ. നിനക്ക് വേണമെങ്കിൽ എത്ര നോമ്പ് മറ്റു പലതും എടുക്കാനുണ്ടല്ലോ, ഈ റംസാൻ വ്രതം തന്നെ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. 29 വർഷമായി മുടക്കമില്ലാതെ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് വെസ്റ്റ്യൻ പ്രഭാകരൻ. വെസ്റ്റ്യൻ പ്രഭാകരന്റെ ജീവിത വഴികളിലൂടെ മീഡിയ വിഷൻ ക്യാമറ ചലിപ്പിക്കുന്നു. ഒരു പിൻബലം എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിൽ ഭാര്യ 4 വർഷം, തുടക്കത്തിൽ 4 വർഷം ഈ റംസാൻ വ്രതം എടുത്തിരുന്നു. നോമ്പ് വരുന്നു അല്ലെങ്കിൽ റംസാൻ വ്രതം വരുന്നു എന്ന് ഉള്ളിൽ ഒരു സന്തോഷത്തോടും വലിയ ആവേശത്തോടും കൂടിയിട്ടാണ് അതിനെ കാത്തിരിക്കാറ്. ഇങ്ങനെയാണ് വേണ്ടത്. പരസ്പരം അടുത്തറിയാൻ, ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അപ്പുറത്തുള്ളവൻ എൻ്റെ ശത്രുവല്ല എന്ന് ബോധ്യമാകുന്നത്. ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രഭാകരൻ്റെ കൃത്യം ഏറ്റവും സന്തോഷദായകമാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ശരിക്ക് ആ ഒരു ആത്മനിർവൃതി എന്നെപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കാരണം ഇന്ന് സന്ധ്യാനേരത്ത് വരുമ്പോൾ പ്രഭാകരേട്ടൻ്റെ ആത്മീയതയുടെ ഒരു വെളിച്ചം കൈത്തിരി കത്തിച്ചു വെച്ച ഈ വിളക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാ മതക്കാരും വന്നിട്ട് ഒന്നിച്ചിരുന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഒരു ഇഫ്താർ പരിപാടി നടത്തുമ്പോൾ അതിൽ ഞങ്ങളോടൊപ്പം സഹോദര മതസ്ഥർ കൂടി അണിചേരാൻ ഇന്ന് പ്രഭാകരൻ്റെ വീട്ടിൻ്റെ അകത്തളത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരം, ഇന്നത്തെ പ്രാർത്ഥന പോലും ഞങ്ങൾ നിർവഹിച്ചത്. ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിൻ്റെ അകത്തളത്തിൽ പോയിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു ആത്മനിർവൃതി എനിക്ക് നന്നായിട്ടുണ്ട്. വെസ്റ്റ്യൻ പ്രഭാകരൻ്റെ ഈ നോമ്പ് തുറയിൽ എനിക്ക് ഒരു 8 വർഷത്തെങ്കിലും പരിചയമുണ്ട്. കാരണം ഇന്ന് നമ്മൾ പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു, മതപരമായിട്ടുള്ള വെല്ലുവിളികൾ, ഫാസിസ്റ്റ് വെല്ലുവിളികൾ. അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു സന്ദേശം ഇതാണ്: മതങ്ങളോ അല്ലെങ്കിൽ സമൂഹങ്ങളോ മനുഷ്യരെ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും ഒന്നിക്കാം. കാരണം അവരുടെ വിശപ്പിന് അല്ലെങ്കിൽ അവരുടെ ദാഹത്തിന് അതിനൊന്നും ഒരു നിറമോ മണമോ കൊടുക്കാൻ കഴിയില്ല. ആ ഒരു സന്ദേശം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ശ്ലാഘനീയമാണ്. പ്രഭാകരൻ ഇന്നും തന്നെ തുടങ്ങിയതല്ല. പ്രഭാകരൻ വളരെ വർഷങ്ങളായിട്ട് പ്രഭാകരൻ നോമ്പെടുക്കുകയും വ്രതാനുഷ്ഠിക്കുകയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള നോമ്പ് തുറകളും ഈ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ആളേക്കാൾ ഉപരി മറ്റു മതങ്ങളിലെ സുഹൃത്തുക്കളുമായി കൊണ്ട് വലിയ സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുകയും കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങളുടെ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വളാഞ്ചേരിയിലെ ജീവകാരുണ്യ രംഗത്തെ സജീവമായ സംഘടനയുടെ കോർഡിനേറ്ററും കൂടിയാണ്. മീഡിയ വിഷൻ വേറിട്ട വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രി 8 മണിക്ക്.